ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കർത്താവ് ഈശോ മിശിഹായുടെ കുരിശിലെ തിരുമൊഴികളാണ് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മനസ്സിലാക്കാൻ ഈ ദിവസം ശ്രമിക്കുന്നത്. വിശുദ്ധ മത്തായി സ്ലീഹായുടെയും വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്ക, വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെയും 4 സുവിശേഷങ്ങളിൽ നിന്നായി കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ അരുളി ചെയ്ത തിരുവാക്യങ്ങൾ 7 കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒന്നാമതായി, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. രണ്ടാമതായി, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. മൂന്നാമതായി, ഈശോ മറിയത്തോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. നാലാമതായി, എനിക്ക് ദാഹിക്കുന്നു. അഞ്ചാമതായി, ഏൽ ഏൽ ലമാ സബക്താനി. ആറാമതായി, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഏഴാമതായി, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ 7 തിരുവാക്യങ്ങളാണ് കുരിശിൽ, കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ 3 ആണികളിൽ തൂങ്ങി പിടയുമ്പോൾ കർത്താവ് അരുളി ചെയ്ത കർത്താവിൻ്റെ അന്ത്യമൊഴികൾ. ഇതിൽ ആദ്യത്തെ 2 ഇതിനു മുൻപൊരു സന്ദേശത്തിൽ പരാമർശിച്ചതാണ്. തുടർന്നുള്ള തിരുവാക്യങ്ങളെ ഈ സന്ദേശത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അതിൽ ആദ്യത്തേത് ഇപ്രകാരമാണ്: സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. ഈശോ കുരിശിൽ കിടന്ന് താഴേക്ക് നോക്കുമ്പോൾ കുരിശിൻ്റെ താഴെ തൻ്റെ അമ്മയും ഭക്തസ്ത്രീകളും തൻ്റെ ശിഷ്യൻ യോഹന്നാനും നിൽക്കുന്നതായി കണ്ടു. മറിയത്തോട് ഈശോ പറയുന്നു, ഇതാ നിന്റെ മകൻ എന്ന്. ശിഷ്യനായ യോഹന്നാനോട് ഈശോ പറയുന്നു, ഇതാ നിന്റെ അമ്മ എന്ന്. കുരിശിൽ തൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപ്പെടാൻ വെമ്പി നിൽക്കുന്ന നേരവും സ്വന്തം അമ്മയെ നമുക്ക് അമ്മയായി നൽകാൻ ഈശോ മറന്നില്ല. മുഴുവൻ ശിഷ്യരുടെയും പ്രതീകമായി, പ്രതിനിധിയായി യോഹന്നാൻ കുരിശിൻ്റെ താഴെയുണ്ട്. ലോകത്തിൻ്റെ സമസ്ത ജനപദങ്ങളുടെയും മാതാവ് എന്ന പദവി ഈശോ മറിയത്തിന് ആ നിമിഷം ചാർത്തി നൽകുകയായിരുന്നു. നമുക്ക് ഈ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും നല്ല ഒരമ്മയെ, കരുതലുള്ള, കരുണയുള്ള, സ്നേഹമുള്ള ഒരമ്മയെ ഇതാ ലഭിക്കുകയാണ് യോഹന്നാനിലൂടെ. ഈശോ യോഹന്നാന് അമ്മയെ നൽകുമ്പോൾ നമുക്ക് ലഭിച്ച അമൂല്യ നിധിയാണ്, സമ്മാനമാണ്. ഈശോയുടെ അമ്മ എൻ്റെയും നിങ്ങളുടെയും ലോകം മുഴുവൻ്റെയും അമ്മയായി ലഭിക്കുന്നു എന്നുള്ള അമൂല്യ നിധി, അമൂല്യ സമ്മാനം. അന്ന് ആ കുരിശിൻ ചുവട്ടിൽ വെച്ച് വ്യാകുലങ്ങളാൽ പിളർക്കപ്പെട്ട മറിയത്തിൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ഗർഭധാരണം നടന്നു. അവിടെ ഉരുവായത് ഈ ലോകത്തിലെ സകല മാനവരുമായിരുന്നു. നമ്മിലെ പാപിയെ ഉദരത്തിൽ വഹിക്കുവാൻ, ഹൃദയത്തിൽ സംവഹിക്കുവാൻ ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം സ്വന്തം ഉദരഫലമായ ക്രിസ്തുവിനെ കാണിക്കയായി ദൈവപിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുകയാണ് കാൽവരിയുടെ നെറുകയിൽ. പ്രിയപ്പെട്ടവരെ, മറിയം നമ്മുടെ അമ്മയാണ്. ഈശോ നമുക്ക് നൽകിയ അമൂല്യ സമ്മാനമാണ്. ഈ ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. കന്യകാമറിയം തൻ്റെ ദിവ്യ പൈതലിനെ ഏത് വിധത്തിൽ കാത്തു പരിപാലിച്ചുവോ, എങ്ങനെയെല്ലാം പരിശീലനം കൊടുത്ത് വളർത്തിയോ, എങ്ങനെയെല്ലാം സംരക്ഷിച്ചുവോ, ഈ വിധത്തിൽ നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കാൻ, എല്ലാ തരത്തിലുള്ള ആത്മീയ ഭൗതിക അപകടങ്ങളിൽ നിന്ന് കാത്തു പരിപാലിക്കുവാൻ തീർച്ചയായും ഈ അമ്മ എന്നും എപ്പോഴും നമ്മുടെ അരികിലുണ്ട്, കൂടെയുണ്ട്, ഒപ്പമുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, 2000 വർഷത്തെ തിരുസഭാ ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ വ്യക്തതയോടെ ഇടപെട്ട നാളുകൾ. എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ വ്യക്തികൾക്ക് പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്
സന്ദേശങ്ങൾ കൈമാറുന്നു. ലോകത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ശുദ്ധീകരണാത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുവാൻ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് എത്രയോ തവണ മാതാവ് അനേകം ദൈവമക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിലും മറിയം പ്രത്യക്ഷപ്പെടുന്നുണ്ട് അനേകം ദൈവമക്കളുടെ മുൻപിൽ. മറിയത്തിൻ്റെ പ്രത്യക്ഷം അല്ലെങ്കിൽ മറിയത്തിൻ്റെ പ്രത്യേകമാം വിധത്തിലുള്ള വെളിപ്പെടുത്തൽ ലഭിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മറിയം എന്നും എപ്പോഴും അമ്മ എന്ന സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് സംരക്ഷകയായി കൂടെയുണ്ട്, അരികിലുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മൾ പോലും അറിയാത്ത തലനാരിഴയ്ക്കുള്ള രക്ഷപ്പെടലുകളുടെയൊക്കെ പുറകിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കരമുണ്ടെന്ന് ന്യായമായും നമുക്ക് വിശ്വസിക്കാം, അംഗീകരിക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നൊക്കെ. ആ രക്ഷപ്പെടലുകളുടെയൊക്കെ പുറകിൽ സംരക്ഷണത്തിൻ്റെ കരമായ ഒരു അമ്മയുണ്ട് എന്ന് ഉറപ്പോടെ നമുക്ക് വിശ്വസിക്കാം. ഞാനിത് ഉറച്ച ബോധ്യമായി നിങ്ങളോട് പറയുന്നതിൻ്റെ പുറകിൽ ചില അനുഭവങ്ങൾ കൂടെയുണ്ട്. ഒന്നാമതായി ഒരു അനുഭവം, എൻ്റെ ബാച്ചിലുള്ള ഉണ്ടായിരുന്ന ഒരു ശമാശൻ, ഇന്ന് അദ്ദേഹം അച്ഛനാണ്. അദ്ദേഹത്തിന് ശമാശനായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ദൈവശാസ്ത്രം, തിയോളജി ധർമാരാമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വരം നഷ്ടപ്പെട്ട് ആസ്പത്രിയിൽ പോയി പരിശോധിക്കുമ്പോൾ ലെൻസിൽ വലിയൊരു മുഴ രൂപപ്പെട്ടിട്ടുണ്ടെന്നും ക്യാൻസർ ആണെന്നും മനസ്സിലായി. അതുകൊണ്ടാണ് ശബ്ദം നഷ്ടപ്പെട്ടത്. എത്രയും വേഗം ചികിത്സ ആരംഭിക്കാൻ ആവശ്യപ്പെട്ടു. ഏറ്റവും നല്ല മരുന്നുകൾ, ഏറ്റവും നല്ല ചികിത്സ, ഏറ്റവും നല്ല വൈദ്യസഹായം എല്ലാം അദ്ദേഹത്തിന് നൽകാൻ വേണ്ടി മേലധികാരികൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മാസ്റ്ററച്ചൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ നടന്നിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് രോഗവിമുക്തി ലഭിച്ചു. പിന്നീട് ആ വർഷത്തിൻ്റെ അവസാനം ഞങ്ങളുടെ മാസ്റ്ററച്ചൻ സെഹിയോൻ ധ്യാനമന്ദിരത്തിൽ ധ്യാനിച്ച് തിരിച്ചു വന്നപ്പോൾ കുറച്ച് സീറ്റുകൾ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ആർക്കെങ്കിലും അവിടെ ധ്യാനിക്കാൻ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകാൻ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അച്ഛൻ അറിയിച്ചപ്പോൾ ഞങ്ങളിൽ കുറച്ചു പേർ അതിന് തയ്യാറായി. അന്നേരം ഈ ഷമ്മാച്ചനും അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ കുറച്ചു പേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. ധ്യാന ദിവസങ്ങളിൽ അദ്ദേഹം കൗൺസിലിങ്ങിനായി പോകുമ്പോൾ കൗൺസിലിംഗ് നടത്തിയ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒരു ഉണങ്ങിയ മരം കാണുന്നുണ്ടല്ലോ ചമാച്ച, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണങ്ങിയ മരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയോ അതല്ലെങ്കിൽ മരത്തിൻ്റെ കമ്പൊടിഞ്ഞ് വീണ് ഭയപ്പെടുകയോ മരം തന്നെ വീണ് പേടിക്കുകയോ ചെയ്ത എന്തെങ്കിലും അനുഭവങ്ങൾ കുഞ്ഞുനാളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചമ്മാച്ചൻ ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഓർമ്മയും വന്നില്ല. പിന്നെയും വീഴാറായി നിൽക്കുന്ന ഒരു ഉണങ്ങിയ മരത്തിൻ്റെ ദൃശ്യമാണ് കർത്താവ് കാണിച്ചു കൊടുത്തത്. എന്നാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് മനസ്സിലായില്ല. കുറെ കഴിഞ്ഞപ്പോൾ അതിൽ ധാരാളം ജപമാലകൾ തൂങ്ങിക്കിടക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ആ മരമിത തളിർത്ത് വരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അത് ആരോഗ്യമുള്ളൊരു മരമായി മാറുന്നു. ഇങ്ങനെ ഘട്ടം ഘട്ടമായി കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കൗൺസിലിംഗ് നടത്തിയ സിസ്റ്റർ ഞെട്ടി കണ്ണു തുറന്ന് ചോദിക്കുകയാണ്, ചമ്മാച്ചന് ക്യാൻസർ രോഗമാണോ? അന്നേരം ചമ്മാച്ചൻ പറഞ്ഞു, അതെ, എനിക്ക് ക്യാൻസർ രോഗമാണ്. ഇപ്പോൾ മാറിയോ? ഏകദേശമൊക്കെ മാറി, ഇനി വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം പുഞ്ചിരിയോടെ സിസ്റ്റർ ചോദിച്ചു, എന്നിട്ടും മനസ്സിലായില്ലേ ഇതുവരെ കർത്താവ് നൽകിയ അടയാളങ്ങളുടെ വ്യാഖ്യാനം എന്താണ് എന്ന്? ഈ സിസ്റ്റർ പറയുകയാണ്, കർത്താവ് കാണിച്ചു തന്ന ദൃശ്യത്തിൻ്റെ അർത്ഥം ഈ ഉണങ്ങിയ മരം ശമാച്ചൻ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും വീണു പോകാറായ അവസ്ഥയിൽ, എന്ന് വെച്ചാൽ മരിച്ചു പോകേണ്ടതായിരുന്നു, ചികിത്സ കൊണ്ടും മരുന്ന് കൊണ്ടും ട്രീറ്റ്മെൻറ്റ് കൊണ്ടുമൊക്കെ രക്ഷപ്പെട്ടു എന്നല്ലേ കരുതുന്നത്? അല്ല, ഒത്തിരിയേറെ ആളുകൾ ധാരാളമായി ജപമാല ചൊല്ലി അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കാരണമാണ് ഇന്ന് എൻ്റെ മുൻപിൽ ജീവനോടെ ഇരിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പിന്നീട് അവിടെ സാക്ഷ്യപ്പെടുത്തി.
വ്യക്തിപരമായി എന്നോടും അത് പങ്കുവച്ചിരുന്നു. പിന്നത്തെ വർഷം അദ്ദേഹം അതവിടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്ന പല രക്ഷപ്പെടലുകളുടെയും പുറകിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കരമുണ്ടെന്ന് നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കാം. മറ്റൊരു അനുഭവമുണ്ട്. എൻ്റെ അനുജൻ അച്ഛനാണ്. അദ്ദേഹം ഡീക്കനായിരിക്കുന്ന സമയത്ത് വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ ശമാച്ചന്മാർക്ക് വർഷത്തിലൊരിക്കൽ ഒരു ടൂറ് പോകുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ശമാച്ചന്മാർ ബാക്കിയുള്ളവരോടൊപ്പം എൻ്റെ അനുജൻ ടൂറ് പോയി. ഒരു ബീച്ചിലാണ് പോയത്. അവിടെ വെച്ച് കടലിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിര വന്നടിച്ച് ശരീരം പുറകിലേക്ക് വില്ല് പോലെ വളഞ്ഞു. ശരീരം മുഴുവൻ അതികഠിനമായ വേദന. കൈകാലുകൾ അനക്കാൻ സാധിക്കുന്നില്ല, കണ്ണിമ ചിമ്മാൻ സാധിക്കുന്നില്ല, വാ തുറന്നൊന്നും നിലവിളിക്കാൻ സാധിക്കുന്നില്ല. ഒരു പ്രത്യേക അവസ്ഥ. കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. മരിച്ചുവെന്ന് 100% മനസ്സിൽ ഉറപ്പിച്ച നിമിഷം, മരണത്തെ മുഖാഭിമുഖം കണ്ട നിമിഷം. എന്നാൽ എങ്ങനെയോ ഒരു തിര വന്നടിച്ച് കരയിലേക്ക് വന്നു വീണു. പക്ഷെ കുറേ നേരത്തേക്ക് ശരീരം അനക്കാൻ വയ്യ, വാ തുറക്കാൻ വയ്യ, കണ്ണിമ ചിമ്മാൻ വയ്യ. ശക്തമായ, ജീവിതത്തിൽ ഒരിക്കലും അനുഭവപ്പെടാത്ത ശക്തമായ വേദന. സാവധാനത്തിൽ എല്ലാം ശരിയായി. പിന്നീട് ടൂറെല്ലാം കഴിഞ്ഞ് തിരിച്ച് എന്നെ കാണാൻ വന്നപ്പോൾ ഈ സംഭവം പറയുകയും ചെയ്തു. പിറ്റേന്ന് ഡീക്കന്മാരുടെ ധ്യാനം കൂടാൻ വേണ്ടി പോകാനിരിക്കുകയായിരുന്നു. ഞാൻ തമാശയായി പറഞ്ഞു, ധ്യാനത്തിൽ നല്ല തീക്ഷ്ണതയോടെ പങ്കെടുക്കാൻ നല്ലൊരു അനുഭവം കിട്ടിയെന്ന് വിചാരിച്ചാൽ മതിയെന്ന്. ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച കൗൺസിലിംഗ് നടത്തുന്ന സിസ്റ്റർ ചോദിക്കുകയാണ്, ശമാച്ചൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുൻപ് വലിയൊരു അപകടം, വെള്ളത്തിൽ പോയി മരിച്ചു പോകേണ്ട വിധത്തിൽ വലിയൊരു അപകടമുണ്ടായി, അതിൽ നിന്ന് അത്ഭുതകരമായ വിധത്തിൽ രക്ഷപ്പെട്ട ഒരു അനുഭവം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. നേരം അനിയൻ പറഞ്ഞു, ഉണ്ടായി സിസ്റ്ററെ. നേരം സിസ്റ്റർ ചോദിച്ചു, ആരാണ് രക്ഷപ്പെടുത്തിയത്? നേരം അനുജൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഈശോയെ രക്ഷപ്പെടുത്തിയത്. മരണത്തെ ഞാൻ മുഖാഭിമുഖം കണ്ടതാണ്, ശരിക്കും മരിച്ചു പോകേണ്ടതാണ്, ദൈവമാണ് എന്നെ രക്ഷിച്ചത്. സിസ്റ്റർ പുഞ്ചിരിയോടെ അനിയനോട് പറയുകയാണ്, തീർച്ചയായും ദൈവം തന്നെയാണ് രക്ഷിച്ചത്. ഈശോ ഒരു കാഴ്ച ഇപ്പോൾ എനിക്ക് കാണിച്ചു തന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധ അമ്മ ശമാച്ചൻ്റെ മുടിയിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് വലിച്ച് കരയിലേക്ക് ഇടുന്ന ദൃശ്യം. അമ്മ കാരണമാട്ടോ ഇന്ന് എൻ്റെ മുൻപിൽ ജീവനോടെ ശമാച്ചൻ ഇരിക്കുന്നത്. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അനുജൻ ഈ കാര്യം എന്നോട് പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഇന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്ന ഒരു സത്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും തലനാരിഴയ്ക്ക് നമ്മൾ രക്ഷപ്പെട്ടു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന രക്ഷപ്പെടലുകളുടെ പുറകിൽ സത്യമായും സംരക്ഷണത്തിൻ്റെ കരമായി, വാത്സല്യത്തിൻ്റെ കരമായി ഒരമ്മയുണ്ട്, പരിശുദ്ധ കന്യകാമറിയം. ഉറപ്പോടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന യാഥാർത്ഥ്യമാണ്. എൻ്റെ പുറകിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മീയ ജീവിതത്തിലാകട്ടെ ഭൗതികമായ ജീവിതത്തിലാകട്ടെ ഒത്തിരി അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പുറകിൽ ഈ അമ്മയുണ്ട്, പരിശുദ്ധ കന്യകാമറിയമുണ്ട് എന്ന് ഉറപ്പോടെ വിശ്വസിക്കുകയാണ്. കുരിശിൽ ഈശോ നമുക്ക് നൽകിയ അന്ത്യസമ്മാനം, ശ്രേഷ്ഠ സമ്മാനം, ഏറ്റവും അനുഗ്രഹീതമായ സമ്മാനം, അതാണ് പരിശുദ്ധ അമ്മ. ഈശോയുടെ അമ്മയെ സ്വന്തം അമ്മയായി കരുതി അമ്മയുടെ കരം പിടിച്ച് വിശുദ്ധി പ്രാപിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സഭയിലെ വിശുദ്ധരുടെ ചരിത്രം പരിശോധിക്കുക. ഏത് വിശുദ്ധനുണ്ട്, ഏത് വിശുദ്ധയുണ്ട് പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി അംഗീകരിക്കാത്തവരായി? ഏത് വിശുദ്ധനുണ്ട്, ഏത് വിശുദ്ധയുണ്ട് ഈശോയുടെ അമ്മയുടെ കരം പിടിച്ച് സ്വന്തം അമ്മയായി അംഗീകരിച്ച് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാത്ത ഏതെങ്കിലും വിശുദ്ധനുണ്ടോ, വിശുദ്ധയുണ്ടോ? വിശുദ്ധരൊക്കെ ഈശോയുടെ അമ്മയെ സ്വന്തം അമ്മയായി അംഗീകരിച്ചവരും സ്വീകരിച്ചവരും അമ്മയുടെ കരം പിടിച്ച് വിശുദ്ധിയിലേക്ക് വളർന്നിട്ടുള്ളവരുമാണ്. എങ്കിൽ നമുക്കും പരിശുദ്ധി പ്രാപിക്കാൻ ഈ അമ്മയുടെ കരം പിടിക്കാം. കാരണം ഈ അമ്മയെ നമുക്കമ്മയായി തന്നത് ഈശോയാണ്. കുരിശിലെ അന്ത്യസമ്മാനമാണ് പരിശുദ്ധ അമ്മ. അത് വിശ്വസിക്കാം, അമ്മയുടെ കരം പിടിക്കാം. അമ്മയെ അമ്മയായി, ഈശോയുടെ അമ്മയെ നമ്മുടെ അമ്മയായി, എൻ്റെ അമ്മയായി നമുക്ക് ഓരോരുത്തർക്കും അംഗീകരിക്കാനും തയ്യാറാകാം. പ്രിയപ്പെട്ടവരെ, കുരിശിലെ തുടർന്നുള്ള ഒരു തിരുവാക്യമാണ്
എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യമാണത്. കുരിശിൽ കിടന്ന് ഈശോ മുഴക്കിയ ഈ നിലവിളിയുടെ അർത്ഥം എന്താണ്? പച്ചവെള്ളത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമായിരുന്നു അത്. തീർച്ചയായും പച്ചവെള്ളത്തിന് വേണ്ടിയും ഈശോ ദാഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം തലേന്ന് പെസഹ അപ്പം ഭക്ഷിച്ചതിന് ശേഷം ഒന്നും തന്നെ ഈശോ ഭക്ഷിച്ചിട്ടില്ല, പാനം ചെയ്തിട്ടില്ല. ശരീരം മുഴുവനും അതിക്രൂരമാ വിധത്തിൽ പടയാളികളാൽ അടിക്കപ്പെട്ട്, ചെമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ട് കീറിമുറിഞ്ഞ ശരീരത്തിൽ നിന്ന് ഒട്ടുമിക്കവാറും രക്തമൊക്കെ വാർന്നൊഴുകിക്കഴിഞ്ഞു. ഈ അവസ്ഥയിൽ എന്തുമാത്രം ഈശോയ്ക്ക് ദാഹം അനുഭവപ്പെടുന്നു. സത്യമാണ്, അതികഠിനമായ ദാഹം. കുരിശിൻ്റെ വഴി പ്രാർത്ഥനാ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നാവ് അണ്ണാക്കിനോട് ഒട്ടിച്ചേർന്നതിനെക്കുറിച്ച്, തൊണ്ട വരണ്ടതിനെക്കുറിച്ച്, എന്നിട്ടും അധരങ്ങളിൽ പരാതിയില്ലാതെ നിൽക്കുന്ന ഈശോയെക്കുറിച്ച്. പ്രിയപ്പെട്ടവർ, ഈശോയ്ക്ക് ശക്തമായ ദാഹമുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ കേവലം പച്ചവെള്ളത്തിന് വേണ്ടി മാത്രമായ ഒരു ദാഹമായിരുന്നു അത്. എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള വാക്യം പച്ചവെള്ളത്തിന് വേണ്ടിയുള്ള ദാഹത്തിനപ്പുറത്ത് തീർച്ചയായും അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം കൂടെയായി നമുക്കതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കാനുള്ള ദാഹം. എന്തിനാണ് ഈശോ കുരിശിൽ മരിച്ചത്? എന്തിനാണ് ഈശോ മുറിവേറ്റത്? എന്തിനാണ് ഈശോ പീഡകൾ സഹിച്ചത്? എന്തിനാണ് ഈശോ രക്തമൊഴുക്കിയത്? അത് ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. എന്നെയും നിങ്ങളെയും നമ്മെയും ലോകം മുഴുവനെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. എന്ന് വെച്ചാൽ പിശാചിൻ്റെ പിടുത്തത്തിൽ പെട്ടിരിക്കുന്ന ആത്മാക്കളെ രക്ഷിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റാൻ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചതെങ്കിൽ, കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ മുഴക്കിയ നിലവിളിക്ക്, എനിക്ക് ദാഹിക്കുന്നു എന്ന നിലവിളിക്ക് തീർച്ചയായും ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ള ആ ദാഹത്തിൻ്റെ അർത്ഥം കൂടെ ഉണ്ട് എന്ന് നമുക്ക് ന്യായമായും ഊഹിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദാഹത്തിൽ പങ്കാളികളാകാൻ എന്നെയും നിങ്ങളെയും കർത്താവ് ക്ഷണിക്കുന്നുണ്ട്. നമുക്ക് ഉണ്ടാകേണ്ട ദാഹമാണ് ആത്മരക്ഷാ ദാഹം. നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കാൻ നാമും ദാഹിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ വഴി, ഉപവാസങ്ങൾ വഴി, പരിഹാരങ്ങൾ വഴി, പ്രായശ്ചിത്തങ്ങൾ വഴി, നൊയമ്പാചരണം വഴി, വിശുദ്ധ ബലി അർപ്പണം വഴി, ജപമാലകൾ ചൊല്ലിക്കൊണ്ട്, കുരിശിൻ്റെ വഴി പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട്, കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കാൻ, പാപികളുടെ മാനസാന്തരത്തിനായി നിരന്തരം പ്രാർത്ഥനയുടെ കരമുയർത്താൻ നമ്മെയും ഈശോ ഇതാ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മരക്ഷാ ദാഹത്തിൽ പങ്കുപറ്റുന്നതിന് വേണ്ടി, കർത്താവിൻ്റെ ആത്മരക്ഷാ ദാഹത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കുപറ്റുന്നതിന് വേണ്ടി. ഇതാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന തിരുവാക്യത്തിൻ്റെ അർത്ഥമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നശിച്ചു പോകുന്ന ഒത്തിരിയേറെ ആത്മാക്കൾ ഈ ഭൂമിയിലുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ധാരാളം ആത്മാക്കളുണ്ട്. അത്തരം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കുവാൻ ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ ഏറ്റവും നിസ്സാരമായ കുഞ്ഞു പ്രാർത്ഥനകൾ പോലും സാധിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കഴിയുന്നിടത്തോളം നമ്മുടെ ചെറിയ സൽപ്രവർത്തികളും ദാനധർമ്മങ്ങളും കാരുണ്യപ്രവർത്തികളും അതുപോലെ കൊച്ചു പ്രാർത്ഥനകളും സുഹൃത ജപങ്ങളും ഏറെ സ്നേഹത്തോടെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ശുദ്ധീകരണ ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുക. അങ്ങനെ ഈശോയുടെ ആത്മരക്ഷാ ദാഹത്തിൽ നമുക്കും പങ്കുചേരാനായി സാധിക്കും. കർത്താവിൻ്റെ ദാഹശമനികളായി നമുക്ക് മാറുവാനായിട്ട് സാധിക്കും. രണ്ടാമതായി, ലോകം മുഴുവന് വേണ്ടിയുള്ള പ്രാർത്ഥന. എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും വേണ്ടി, രാഷ്ട്രത്തലവന്മാർക്ക് വേണ്ടി, നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, സമസ്ത ജനപദങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടി, ദാരിദ്ര്യദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, സാമ്പത്തിക ഞെരുക്കങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് വേണ്ടി, സമാധാനവും സന്തോഷവും ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ തീർച്ചയായും പ്രാർത്ഥനയുടെ കരമുയർത്താൻ നമുക്ക് സാധിക്കണം. കഠിനമായ പാപങ്ങൾ ചെയ്ത് നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും പിടിയിലകപ്പെട്ട് ദൈവനിഷേധവുമായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം.
ഇതുപോലെ തന്നെ തിരുസഭയ്ക്ക് വേണ്ടി, പരിശുദ്ധ പിതാവിന് വേണ്ടി, അഭിവന്യ പിതാക്കന്മാർക്ക് വേണ്ടി, രൂപത അധ്യക്ഷന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥനയുടെ കരമുയർത്താൻ നമുക്ക് സാധിക്കണം. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും സുഹൃത ജപങ്ങളിലൂടെയും പരിഹാര പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെയും അനേകമനേകം ആത്മാക്കളെ മാനസാന്തരത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും ദൈവകൃപയിലേക്കും നയിക്കുവാൻ, രക്ഷിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ദാഹശമനികളായി മാറിക്കൊണ്ട് എനിക്ക് ദാഹിക്കുന്നുവെന്ന ഈശോയുടെ നിലവിളിക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കട്ടെ. കുരിശിൽ കിടന്ന് നിലവിളിക്കുന്ന, എനിക്ക് ദാഹിക്കുന്നുവെന്ന് നിലവിളിക്കുന്ന ഈശോ നമ്മൾ കുരിശിൻ്റെ താഴെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഈശോയെ സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ തീർച്ചയായും ഈശോയ്ക്ക് ദാഹം ശമിപ്പിക്കാൻ വെള്ളം കൊടുക്കാൻ തയ്യാറായി നമ്മൾ മുന്നോട്ട് വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് എങ്ങനെയാണ് അത് നമുക്ക് സാധിക്കുക? അതെങ്ങനെ സാധിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് നേരത്തെ പറയാൻ ശ്രമിച്ചത്. കഴിയുന്നിടത്തോളം ആത്മാക്കളുടെ രക്ഷയ്ക്കായി അധ്വാനിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ആത്മാക്കളെ രക്ഷിച്ചെടുക്കുക, ഈശോയ്ക്കായി നേടിയെടുക്കുക. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സ്നേഹപൂർവം ചെയ്തുകൊണ്ട് തമ്പുരാനിലേക്ക് അതൊരു നിയോഗമായി സമർപ്പിച്ച് ആത്മാക്കളെ രക്ഷിക്കാൻ നിരന്തരം ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇതുപോലെ നമുക്കും കർത്താവിൻ്റെ ദാഹശമനികളായി മാറാം. പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനത്തിലൂടെ, പരിഹാര പ്രവൃത്തിയിലൂടെ. ഈശോ അതിനുള്ള കൃപ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.